Hi, good morning. Welcome to my class. Today we are going to study a small application of a surface tension. Basically, it is nothing but a we can't say application. It is a effect of surface tension. So today's topic is the excess pressure inside drops and bubbles. Okay. So you can see here in the figure there is a spherical drop. So the pressure inside a spherical drop is greater than the pressure outside. So there is a difference in pressure between the inside of a drop and an outside of a liquid drop. So the reason for this is basically the surface tension. So let us understand the details. So first of all, we'll start with how does this excess pressure, that is the change in pressure between the inside of a drop and outside of a drop, depends on the radius of the drop and the surface tension and density of the liquid. So using the dimensional analysis, we can understand that the excess pressure is proportional to gamma by A, where gamma is the surface tension and A is the radius of the drop. ഒരു ലിക്വിഡ് ഡ്രോപ്പ്, അതായത് ദ്രാവകത്തിൻ്റെ ഒരു തുള്ളി, ആ തുള്ളിക്കുള്ളിലെ പ്രഷറും പുറത്തുള്ള മർദ്ദവും വ്യത്യാസമായിരിക്കും. അകത്ത് മർദ്ദം കൂടുതലായിരിക്കും, പുറത്ത് മർദ്ദം കുറവായിരിക്കും. അതുകൊണ്ട് മർദ്ദത്തിൽ ഒരു വ്യത്യാസമുണ്ടാവും. അതിന് കാരണം സർഫസ് ടെൻഷനാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് കാണാം എന്ന് നോക്കാം. നമ്മളെ ഫിഗറിൽ കാണുന്നു സ്പെറിക്കൽ ഡ്രോപ്പ്. അതിനെ രണ്ട് ഹെമിസ്ഫിയറായി സങ്കല്പിക്കുന്നു. അതിൻ്റെ അപ്പർ ഹെമിസ്ഫിയറിനെ നമ്മൾ സങ്കല്പിക്കുന്നു. വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് ദ അപ്പർ ഹെമിസ്ഫിയർ. Okay. So the upper hemisphere is being pulled down by the surface tension all around the base of the hemisphere, and this downward force is equal to the circumference of the base times the surface tension. അതായത് നമ്മൾ ഈ ഗോളത്തിൻ്റെ രണ്ടാക്കി അർദ്ധഗോളം, മുകളിലുള്ള അർദ്ധഗോളം അപ്പർ ഹെമിസ്ഫിയർ, ആ അപ്പർ ഹെമിസ്ഫിയറിൻ്റെ ബേസിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആയിരിക്കും. ഇവിടെ റേഡിയസ് എ ആയതുകൊണ്ട് 2πa എന്ന് പറയും. 2πa ഇൻറ്റു സർഫസ് ടെൻഷൻ, that will be the force due to surface tension. അപ്പോൾ ഈ അപ്പർ ഹെമിസ്ഫിയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പർ ഹെമിസ്ഫിയറിൻ്റെ സർക്കംഫറൻസിനെ സർഫസ് ടെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സർക്കംഫറൻസ് 2πa, that into surface tension, here I am using gamma, so 2πa gamma, that is the force due to surface tension. നമ്മൾക്ക് ഫോഴ്സും പ്രഷറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. If the excess pressure inside the drop is P,
ഡ്രോപ്പിനുള്ളിലുള്ള എക്സസ് പ്രഷർ പി ആണെങ്കിൽ ദ അപ്വേർഡ് കമ്പണൻറ്റ് ഓഫ് ദ ഫോഴ്സ് ഡ്യൂ ടു ദിസ് പ്രഷർ ഈസ് ഈക്വൽ ടു പി ടൈംസ് ഏരിയ ഓഫ് ദ ബേസ്. പ്രഷറിന് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് കിട്ടും. എക്സസ് പ്രഷർ പി ആണെങ്കിൽ അതിനെ ഏരിയ ആയ പൈ എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സിനെ ഈ സർഫസ് ടെൻഷൻ ഫോഴ്സ് കൊണ്ട് ഈക്വേറ്റ് ചെയ്യാം. അതിനു മുമ്പായി നമ്മൾ ഒരു ചെറിയ എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്യാം. കൺസിഡർ an elemental area dA as shown in the figure. അപ്പോൾ പി ഇൻറ്റു ഡി എ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. അതിൻ്റെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സിൻ്റെ അപ്വേർഡ് കമ്പണൻറ്റ് കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ദ പി ടൈംസ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഡി എ. So what we will get is 2 pi gamma a, that is pi a into 2p. ഇവിടെ for every elemental area over the surface of the hemisphere, the total upward force must be equal to the p times the area of the base. So already നമ്മൾ സർഫസ് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ ഈ എക്സസ് പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെ ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ് 2 ഗാമ ബൈ എ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ പൈ എ സ്ക്വയർ പി ആണ്. അത് എ പൈ എ സ്ക്വയർ ഇൻറ്റു പി ആണ്. അവിടെ 2 താഴെ ഇട്ടിട്ടുണ്ട്, അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ പൈ എ സ്ക്വയർ ഇൻറ്റു പി. അപ്പോൾ 2 പൈ ഗാമ എയും പൈ എ സ്ക്വയർ പിയും കൂടെ ഇക്വേറ്റ് ചെയ്താൽ അവസാനം നമുക്ക് കിട്ടുന്നത് പി സമം 2 ഗാമ ബൈ എ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എക്സസ് പ്രഷർ ഈസ് directly proportional to the surface tension gamma and inversely proportional to the radius a. അപ്പോൾ റേഡിയസ് കുറയും തോറും പ്രഷർ എക്സസ് പ്രഷർ കൂടും. അതുകൊണ്ടാണ് why droplets cannot form a vapor unless there is a dust nucleus of finite size for them to condense upon. അതുകൊണ്ടാണ് വളരെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് cannot form a വേപ്പർ ഫോം ചെയ്യാൻ സാധിക്കില്ല. അതേസമയം രണ്ട് ചെറിയ ഡ്രോപ്ലെറ്റ്സ് ചേർന്നിട്ട് കണ്ടൻസ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് 2 molecules colliding with each other cannot in any case coalesce unless there is something to remove. ഏതായാലും പ്രഷറിൻ്റെ ഫോർമുല നമുക്ക് കിട്ടി. അതായത് 2 ഗാമ ബൈ എ അല്ലെങ്കിൽ 2s ബൈ എ അല്ലെങ്കിൽ 2t ബൈ ആർ, എങ്ങനെ വേണമെങ്കിലും പറയാം. 2 ഇൻറ്റു സർഫസ് ടെൻഷൻ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ ഡ്രോപ്പ്. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു എസ് ബൈ ആർ or 2t by r or 2 gamma by a. So anyhow that represents, gamma represents surface tension and a represents radius of the drop. So if I am using a non-spherical drop, maybe in that case we have to do some extra calculations that I am skipping for you. You can do it as a homework. Suppose if I am using a bubble instead of a gas, a drop. So what happens is there are two surfaces. That means instead of 4 pi r square will come. So that means you will get a double, surface tension will be doubled. So instead of it will be 2t by r, it will become 4t by r or 4 gamma by r. Okay. Thank you.